ഹലോ ഗൈസ്, വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ. ഒരുപാട് നാളത്തെ ആഗ്രഹമായിരുന്നു എങ്ങോട്ടെങ്കിലും ഒരു ഇന്റർനാഷണൽ ട്രിപ്പ് പോയാലോ എന്ന്. ഒരുപാട് സ്ഥലങ്ങൾ ഇങ്ങനെ മനസ്സിലേക്ക് വന്നു. ലാസ്റ്റ് നമ്മൾ ഒരു സ്ഥലം ഡിസൈഡ് ചെയ്തു. വേറെ എങ്ങോട്ടുമല്ല, തായ്ലാന്റ് ആണ്. അങ്ങനെ ഞങ്ങൾ തായ്ലാന്റിലേക്ക് പോവുകയാണ് ഗൈസ്. വെൽക്കം ടു അവർ തായ്ലാന്റ് ബ്ലോഗ്. നീക്കുട്ടിയുടെ ഫസ്റ്റ് ഇന്റർനാഷണൽ ട്രിപ്പ് ആണ്. ആള് വളരെ എക്സൈറ്റഡ് ആണ്. ആള് മാത്രമല്ല, ആളുടെ സന്തോഷം കാണുമ്പോൾ ഞങ്ങളും എക്സൈറ്റഡ് ആണ്. നമ്മളൊരു 5 days 4 night പാക്കേജ് ആണ് എടുത്തിട്ടുള്ളത്. നമ്മൾ ഗ്ലോബൽ ടൂർസ് ആൻഡ് പാക്കേജ് വഴിയാണ് പോകുന്നത്. കുഴപ്പമില്ല, അത്യാവശ്യം അഫോർഡബിൾ പാക്കേജ് ആണ്. അത്യാവശ്യം നല്ല സർവീസും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അങ്ങനെ നമ്മൾ നേരെ പോകുന്നത് ചെക്കിങ്ങിലോട്ടാണ്. നമുക്ക് അങ്ങോട്ട് കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു 7 kg ആണ് കേട്ടോ. പെർ പേഴ്സൺ 7 kg ആണ്. മേ ബി അണ്ടർ 2 years ആയതുകൊണ്ട് ആൾക്ക് വെയിറ്റ് ഒന്നും എടുക്കാൻ പറ്റില്ല. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ എക്സ്ട്രാ എമൗണ്ട് ഒക്കെ പേ ചെയ്ത് 20 kg ആക്കായിരുന്നു. പിന്നെ നമ്മൾ അങ്ങനെയൊന്നും ചെയ്തില്ല. നമുക്ക് അത്രയും ഒരു വെയിറ്റിന്റെ ആവശ്യം ഉണ്ടായിരുന്നില്ല. കുറച്ച് തിങ്സ് തന്നെ എടുക്കാനുണ്ടായിരുന്നുള്ളൂ. അങ്ങനെ ചെക്കിനൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ നേരെ പോയത് എയർപോർട്ട് ലോഞ്ചേഴ്സിലോട്ടായിരുന്നു. അവിടെ ഒരുപാട് വെറൈറ്റീസ് ഓഫ് ഫുഡ്സ് ഉണ്ടായിരുന്നു കേട്ടോ. ജസ്റ്റ് നമ്മളൊരു കാർഡ്സ് ഒക്കെ ഉണ്ടെങ്കിൽ 1 rupees പേ ചെയ്താൽ തന്നെ നമുക്ക് അതൊക്കെ അവൈൽ ചെയ്യാമായിരുന്നു. അങ്ങനെ ഞങ്ങൾ നേരെ അവിടെ പോയി എല്ലാ ഫുഡ്സും ട്രൈ ചെയ്തു കേട്ടോ. എല്ലാം ഒന്നിനൊന്ന് മെച്ചമായിരുന്നു. മോൾക്കും എല്ലാ ഫുഡ്സും ഇഷ്ടപ്പെട്ടു. മോൾക്ക് മാത്രമല്ല, ഞങ്ങൾക്കും ഇഷ്ടപ്പെട്ടു. നല്ല ഫുഡ്സ് ആയിരുന്നു. അങ്ങനെ എല്ലാം ഫുഡ് അടിയൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ നേരെ പോയത് വെയിറ്റിംഗിലോട്ടായിരുന്നു. അങ്ങനെ ഒരുപാട് നേരം വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നും വന്നിരുന്നില്ല കേട്ടോ. അത്യാവശ്യം ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചെത്തിയപ്പോൾ തന്നെ ഒരു ടൈം ആയിരുന്നു. അങ്ങനെ കുറച്ച് നേരമൊക്കെ വെയിറ്റിംഗ് ഒക്കെ കഴിഞ്ഞു. അങ്ങനെ വെയിറ്റിംഗിൽ ആള് നല്ല കളിയിലായിരുന്നു. ഫസ്റ്റ് ടൈം എയറോപ്ലെയിനിൽ കയറാൻ പോവാണല്ലോ. അപ്പൊ അതെങ്ങനെ ഉണ്ടാവും, ആ ഒരു നമുക്ക് ഇനി കയറാലോ എന്നുള്ള ഒരു ബഹളമായിരുന്നു ആളുടേത്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞു. ഞങ്ങളെ ഡിപ്പാച്ചർ ടൈം ആയി. അപ്പൊ ഞങ്ങൾ നേരെ ഫ്ലൈറ്റിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ആ പോകുമ്പോ തന്നെ അറിയാം, ആള് ഫ്ലൈറ്റ് കയറാൻ പോകുന്നതിന്റെ സന്തോഷവും ചാട്ടവും ഒക്കെ തന്നെയാണ്. അങ്ങനെ ഒരു 5 hours ട്രാവലിന് ശേഷം ഞങ്ങൾ തായ്ലാന്റ് എത്തിയിരിക്കുകയാണ് ഗൈസ്. അപ്പൊ അടുത്ത തായ്ലാന്റ് വ്ലോഗുമായി നമുക്ക് നാളെ കാണാം. ബൈ ബൈ.